ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. സമസ്ത കേരള സുന്നി യുവജന സംഘം 72 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. 1954 ഏപ്രിൽ 24 SYS രൂപീകരിക്കുന്നത്. ഏപ്രിൽ 24 സ്ഥാപക ദിനാചരണമായി സംസ്ഥാനത്തുടനീളം നമ്മൾ കൊണ്ടാടുകയാണ്. യൂണിറ്റിൽ പ്രവർത്തകർ ഒരുമിച്ചിരിക്കുന്നുണ്ട്. അവർ സ്ഥാപക ദിന സന്ദേശം ഉൾക്കൊള്ളുന്നതിന് വേണ്ടി കേരളത്തിലുടനീളമുള്ള ലക്ഷക്കണക്കിന് പ്രവർത്തകർ ഒരുമിച്ചിരിക്കുന്ന സന്ദർഭമാണ്. യുവത്വത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഘടനയാണല്ലോ SYS. അപ്പോൾ സ്വാഭാവികമായിട്ടും യുവത്വത്തെക്കുറിച്ചും പ്രത്യേകിച്ച് വിശുദ്ധ ഇസ്ലാം യുവജനങ്ങൾക്ക് നൽകിയ പ്രാധാന്യത്തെക്കുറിച്ചും സംസാരിച്ചു തുടങ്ങാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് യുവത്വമാണല്ലോ ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും ബാക്ക് ബോൺ. ഇസ്ലാമിക കാഴ്ചപ്പാടിലും യുവത്വത്തിന് വലിയ പ്രാധാന്യമുണ്ട്. വഅൻ ഷബാബിഹി ഫീമ അഫ്ന, യുവത്വം എന്തിന് ചെലവഴിച്ചു എന്നത് ആഖിറത്തിൽ ചോദിക്കും എന്ന് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അർശിൻ്റെ തണൽ ലഭിക്കുന്ന കൂട്ടത്തിൽ വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിച്ച യുവാക്കളെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. സ്വഹാബത്തിൽ നോക്കിയാൽ അധിക പേരും അവരുടെ പ്രവർത്തന കാലം എന്ന് പറഞ്ഞാൽ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അംർ, ഇങ്ങനെ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പോലുള്ള വലിയൊരു നിര തന്നെ അവരൊക്കെ യുവാക്കളായിരുന്നു. അവർക്കാണ് നബി തങ്ങൾ പ്രത്യേകമായ ഡ്യൂട്ടികൾ കൊടുത്തതും അങ്ങനെ ആണല്ലോ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് സമസ്തയും SYS രൂപീകരിക്കുക എന്നൊരാശയത്തിലേക്ക് വന്നതിൻ്റെ പിന്നിലുണ്ടാവുക എന്ന് മനസ്സിലാക്കണം, അല്ലേ? അതെ, തീർച്ചയായിട്ടും. സംസ്ഥ കേരള ജമിയത്തുൽ ഉലമ 1926 രൂപീകരിച്ചിട്ടുണ്ട്. സംസ്ഥയുടെ മുന്നേറ്റങ്ങൾ ആദ്യ ദശാബ്ദങ്ങളിൽ സംസ്ഥയുടെ നേതൃത്വത്തിൽ ധാരാളം സമ്മേളനങ്ങളായും വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തന വഴികളിലൂടെ സംസ്ഥ സഞ്ചരിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് സംസ്ഥയുടെ സന്ദേശത്തെ കൂടുതൽ ജനകീയമാക്കേണ്ടതുണ്ട് എന്നൊരാശയത്തിലായിരിക്കും SYSൻ്റെ രൂപീകരണം. അന്നത്തെ ആലോചനകൾ പ്രത്യേകിച്ച് യുവജന പ്രസ്ഥാനം എന്ന അർത്ഥത്തിൽ അതിന് നിർവഹിക്കാവുന്ന വിശാലമായ ഒരു പ്രവർത്തന മേഖലയുണ്ട്, സാധ്യതകളുണ്ട്. ആ സാധ്യതകളെക്കുറിച്ചുള്ള ആലോചനകളിൽ നിന്നായിരിക്കുമല്ലോ 1954 സംസ്ഥ കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ ഒരു യുവജന പ്രസ്ഥാനം വേണം എന്ന ചിന്ത ഉണ്ടായത്. സ്വാഭാവികമായിട്ടും അത് ഉണ്ടാക്കിയിട്ടുള്ളൊരു വിപ്ലവം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇസ്ലാമിക സമൂഹത്തിൽ വിപ്ലവാത്മകമായ ധാരാളം പ്രവർത്തന മേഖലകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ യുവജനങ്ങളുടെ വലിയൊരു പങ്കാളിത്തമുണ്ട്. നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ച പോലെ ആ പങ്കാളിത്തത്തിൻ്റെ തുടർച്ചയിലായിരിക്കും സംസ്ഥ ഇങ്ങനൊരു ആശയത്തെക്കുറിച്ച് 1926 രൂപപ്പെട്ടു വന്ന സംസ്ഥ കേരള ജമിയത്തുൽ ഉലമ കുറച്ച് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഒരു യുവജന പ്രസ്ഥാനത്തെക്കുറിച്ച് ആലോചിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് വരികയും ചെയ്യുന്നത്. സമസ്ത സമൂഹത്തിൽ കൂടുതലായിട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ 51 വിദ്യാഭ്യാസ ബോർഡ് വന്നു. അപ്പോൾ അത് സമൂഹത്തിലേക്ക് കൂടുതൽ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ഒരു മിഷനറി തന്നെ വേണം എന്നുള്ളൊരു ബോധ്യത്തിൽ തന്നെ ആയിരിക്കും 54 SYS. അതിന് മുമ്പ് 1947 മെയ് മാസം 17-18 കാര്യവട്ടത്ത് 16ാം സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ 2 ആശയങ്ങൾ വന്നു. ഒന്ന്, ആദർശ പ്രചരണത്തിന് വേണ്ടി സമസ്തയിൽ തന്നെ പണ്ഡിതന്മാരെ ഒരു 9 അംഗ സമിതി, ഇശാഅത്ത് സമിതി എന്ന് പറഞ്ഞിട്ട് സമിതി ഉണ്ടാക്കി. അതേ സമ്മേളനത്തിൽ മറ്റൊരു പ്രമേയം അവതരിപ്പിച്ചു. ഈ ഇശാഅത്ത് സമിതിക്ക് പുറമെ നമുക്കെന്തും കൂടെ വേണം, ഒരു ആമില സംഘം വേണം. ആമില സംഘം, വർക്കിംഗ് കമ്മിറ്റി. അതെ, അവരാരായിക്കൊള്ളണമെന്നില്ല, ആലിമീങ്ങളാവണമെന്നില്ല, നല്ല ആദർശബോധമുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ഒരു സംഘത്തെ ഉണ്ടാക്കണം എന്നിട്ടൊരു പ്രമേയം. ആ പ്രമേയത്തിൻ്റെ ചർച്ചകൾ പിന്നീട് ഒരു 10 വർഷത്തോളം സമസ്തയിൽ ഇങ്ങനെ നടന്നു. അത് കഴിഞ്ഞ് എല്ലാ സംഗതിക്കും ഒരു പ്രമേയം അവതരിപ്പിക്കും. അങ്ങനെയാണ് ആശയങ്ങൾ കൊണ്ടുവരുന്ന പ്രമേയങ്ങൾ എന്ന് പറയുന്ന വലിയൊരു പ്രധാന ഒരു സംഭവമായിട്ട് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ആ ഇശാഅത്ത് സമിതിയുടെ കൺവീനർ പറവണ്ണ ഉസ്താദായിരുന്നു. അവരും പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരുമാണ് പിന്നീട് 1954 നടന്ന സമസ്തയുടെ സമ്മേളനത്തിൽ വെച്ച്, താനൂരിൽ നടന്ന സമ്മേളനത്തിൽ വെച്ചിട്ട് ഒരു യുവജന ബഹുജന കൂട്ടായ്മ ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് 2 സംസാരിച്ചു.
പതിയും. അത് ഏപ്രിൽ 24, 25 തീയതികളിലാണ് ആ സമ്മേളനം നടന്നത്. 24-നാണ് ഒരു പ്രത്യേക കൺവെൻഷനിൽ വെച്ചിട്ട് കൺവെൻഷനിൽ വെച്ചിട്ട് ഈ വിഷയം അവതരിപ്പിക്കുന്നത്. പിന്നെ തൊട്ടടുത്ത മാസമാണ് കോഴിക്കോട് അൻസാറുൽ മുസ്ലിമീൻ ഓഫീസിൽ വെച്ച് സമസ്ത കേരള സുന്നി സംഘം രൂപീകരിക്കുന്നത്. പക്ഷെ ആ രൂപീകരണത്തിന് കാരണമായ തീരുമാനം എടുക്കുന്നത് 1954 ഏപ്രിൽ 24-ന് താനൂരിലുള്ള കൺവെൻഷനിൽ വെച്ചാണ്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സ്ഥാപക ദിനമായിട്ട് ഏപ്രിൽ 24-ന് കാണുന്നത്. തൊട്ടടുത്ത മാസത്തിലാണ് രൂപീകരിച്ചതെങ്കിലും 24-ലെ തീരുമാനം വെച്ച ദിവസമാണ് നമ്മൾ സ്ഥാപകനായിട്ട് ആചരിച്ചു വരുന്നത്. അപ്പോൾ ഈ സമസ്ത കേരള സുന്നി യുവജന സംഘം എന്ന് പേര് വെച്ചപ്പോൾ തന്നെ യുവജന ബഹുജന സംഘടന എന്നാണ് അന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത്. അതാണല്ലോ പിന്നീട് നമ്മളിപ്പോൾ മാറിയിട്ട് 60-ാം വർഷത്തിന് ശേഷം ബഹുജനം വേറെ ഉണ്ടായി, യുവജനം മാത്രമായിട്ട് SYS മാറുന്നത്. ഇത് ആദ്യപ്രദേശാബ്ദങ്ങളുടെ ഒരു പ്രവർത്തന രീതിയിൽ നിന്ന് കുറച്ചുകൂടി ഇങ്ങോട്ട് എത്തുമ്പോൾ ഒരു ശക്തമായൊരു മുന്നേറ്റത്തിൻ്റെ കാലം ചരിത്രത്തിൽ വായിക്കാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് 1970-കളുടെ പകുതിക്ക് ശേഷം ഒരു ശക്തമായിട്ടുള്ള മുന്നേറ്റം SYSൻ്റെ നേതൃരംഗത്ത് ഉണ്ടാകുന്നുണ്ട്, പ്രവർത്തനരംഗത്ത് ഉണ്ടാകുന്നുണ്ടെന്ന് തോന്നുന്നു. ആദ്യകാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന യൂണിറ്റുകളുടെ അല്ലെങ്കിൽ പ്രാദേശിക ഘടകങ്ങളുടെയൊക്കെ എണ്ണവും പിൽക്കാലത്ത് വന്നതും തമ്മിൽ വലിയൊരു വ്യത്യാസം കാണുന്നുണ്ട്. അതിൽ തുടക്കത്തിലുണ്ടായത് 54 രൂപീകരിച്ച് 59 വരെ ശരിക്കൊരു കുട്ടിത്താണ് അന്നുള്ളത്. ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല എന്ന് പറയാം. 59-ൽ പൂന്താനം അബ്ദുള്ള മുസ്ലിയാർ നബറുല്ലാഹു മർക്കദ പ്രസിഡൻ്റായി സമസ്ത പുനഃസംഘടിപ്പിച്ചു. SYSനെ പുനഃസംഘടിപ്പിച്ചു. ആ പുനഃസംഘടിപ്പിച്ച ഉടനെ മർഹൂം MA ഉസ്താദ് അവർകൾ ഒരു ലഘുലേഖ എഴുതി. എന്തിനു വേണ്ടിയാണ് SYSൻ്റെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലഘുലേഖ. അത് സംസ്ഥാന കമ്മിറ്റി തന്നെ പുറത്തിറക്കുകയും വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്ത് അവിടുന്ന് അങ്ങോട്ട് SYSൻ്റെ നല്ലൊരു ഉണർവുണ്ടായി. 1961 ആയപ്പം കക്കാട് സമ്മേളനത്തിൽ വെച്ച് SYSന് സമസ്ത ഔദ്യോഗിക കീഴടകമായി അംഗീകാരം കൊടുക്കുകയും ചെയ്തു. 61-ലാണ് കീഴടകമായി അംഗീകരിക്കുന്നത്. അതിനുശേഷം SYSൻ്റെ പ്രവർത്തനം ഒന്നുകൂടി സജീവമാകുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്രസിദ്ധീകരണം തുടങ്ങി. സുന്നി ടൈംസ് ആരംഭിച്ചു. സുന്നി ടൈംസ് പിന്നിങ്ങനെ ശരിക്ക് പറഞ്ഞാൽ നല്ല സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വളർന്നു വരികയാണ്. അതിനുശേഷം ശരിക്ക് ഇതിൻ്റെ ഒരു കുതിപ്പുണ്ടാണ്. ഒരു നവജാഗരണ കാലം എന്ന് പറയണത് അഭിവന്യരായ EKSM മുസ്ലിയാർ നബറുല്ലാഹു മർക്കദ അവിടുന്ന് പ്രസിഡൻ്റായി വരുന്നത് 1976-ലാണ്. PMSA പൂക്കോയത്തങ്ങൾ പ്രസിഡൻ്റായി ഇരിക്കുമ്പോൾ 72-ൽ അവിടുന്ന് 74-ല്ലേ വഫാത്തായി. ചാപ്പനങ്ങാടി അതിനുശേഷം ചാപ്പനങ്ങാടി ഉസ്താദാണ് ഒരു കൊല്ലം നിന്നത് 74-75-ൽ. ആ 75-ൽ AP ഉസ്താദ് ആക്ടിങ് സെക്രട്ടറി ആയി സമസ്തയുടെ SYSൻ്റെ ആക്ടിങ് സെക്രട്ടറി ആയി വന്നു. ചാപ്പനങ്ങാടി പ്രസിഡൻ്റായ സമയത്ത്. പിന്നെ 3 വർഷമാണ് നമ്മളെ സംഘടനാ കാലാവധി. പക്ഷേ ബാപ്പു മുസ്ലിയാർ ഒരു കാര്യം മനസ്സിലാക്കി, ഈ പ്രസ്ഥാനത്തെ നയിക്കേണ്ടത് നല്ല യുവോർജമുള്ള ആലിമീങ്ങളാണ്, ചെറുപ്പക്കാരാണ് എന്ന് കണ്ടെത്തിയിട്ട് 1 വർഷമായപ്പം തന്നെ ജനറൽ ബോഡി വിളിച്ചിട്ട് തൻ്റെ പ്രസിഡൻ്റ് പദവി EKSM മുസ്ലിയാരെ ഏൽപ്പിക്കുകയും ജനറൽ സെക്രട്ടറി ആയിട്ട് AP ഉസ്താദിനെ ചുമതലപ്പിക്കുകയും ചെയ്തു. അങ്ങനെ 1976 മുതൽക്കാണ് ശരിക്ക് SYSൻ്റെ ഒരു കുതിപ്പ് ഉണ്ടാകുന്നത്. ഇതിന് ശേഷം ഇവർ രണ്ടുപേരും യോഗം ചേർന്ന് നമ്മളെ ഭരണഘടന വായിച്ച് അതിലുള്ള മുഴുവൻ പരിപാടികൾ നടപ്പാക്കുക എന്നുള്ള ഇതിൻ്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ പ്രഖ്യാപിക്കുന്നത് 1978-ലെ സമ്മേളനമാണ്. അതിനു മുമ്പ് SYSന് ഒരു സംസ്ഥാന സമ്മേളനം നടന്നിട്ടില്ല. പതുക്കെ വരികയാണ്. ആദ്യത്തെ സംസ്ഥാന സമ്മേളനം ഏപ്രിൽ മാസം 78-ൽ കോഴിക്കോട് ഏപ്രിൽ 14, 15, 16 തീയതികളിലാണ് സമ്മേളനം നടക്കുന്നത്. ശരിക്ക് 1978 ആ സമ്മേളനം എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ ആണ്, ഒരു ടേണിംഗ് പോയിന്റ് ആണ് എന്ന് തന്നെ പറയുന്നത് അല്ലേ. പ്രത്യേകിച്ച് മർക്കസ് രൂപപ്പെടുത്തുന്നത് ഒരു വിദ്യാഭ്യാസ വിപ്ലവം. നമുക്കവിടെ പറയേണ്ട എനിക്ക് തോന്നുന്നു 2 കാര്യങ്ങളിൽ ഊന്നൽ നൽകിയിട്ട് അവിടെ ചരിത്രത്തെ നമ്മൾ വായിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് പ്രാദേശിക സംഘാടനമാണ്. SYSന് ധാരാളം പ്രവർത്തനങ്ങൾക്ക് നടന്നിട്ടുണ്ടെങ്കിൽ പോലും പ്രാദേശികമായി SYS അതിൻ്റെ സംഘടനാ ശക്തി
1970കളുടെ പകുതി വരെ കാണുന്നില്ല. അത് വളരെ കുറഞ്ഞ യൂണിറ്റുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ പിന്നീട് അങ്ങോട്ട് കാണുന്നത്, പ്രത്യേകിച്ച് ഷെയ്ഖുന ഈസാ കെ.എസ്. മുസ്ലിയാരുടെയും ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെയൊക്കെ നേതൃത്വ കാലത്ത് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം യൂണിറ്റ് ഘടകങ്ങൾ രൂപീകരിക്കുക. അതൊരു വലിയ ടാസ്ക്കാണ്. യാത്രാ സൗകര്യങ്ങളില്ല, കമ്മ്യൂണിക്കേഷൻ അത്ര എളുപ്പമല്ല. പക്ഷെ എന്നിട്ട് ഒരു പ്രാദേശിക സംഘാടനം എന്നത്, ഒരു സംഘടന ജീവിക്കേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് ഗ്രാമങ്ങളിലാണല്ലോ. അപ്പോൾ പ്രാദേശിക സംഘാടനത്തിന് പ്രാധാന്യം നൽകി യൂണിറ്റുകൾ രൂപീകരിക്കുക എന്നിടത്ത് ഈ സമ്മേളനത്തിലെ 2 ആഹ്വാനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, എല്ലാ മഹല്ലുകളിലും SOS യൂണിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ സമ്മേളനത്തിലെ ഒരു ആഹ്വാനം. രണ്ടാമത്തത്, സുന്നികൾ വിദ്യാഭ്യാസ രംഗത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന വിഷയത്തിലും വളരെ പിന്നിലായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ അതിനൊരു മാറ്റം വരണമെങ്കിൽ നമ്മൾ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി ഒരു മുന്നേറ്റം നടത്തണം. അതും ഈ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയും ഏപ്രിൽ 16 ഞായറാഴ്ച രാവിലെ മർക്കസ് സഖാഫത്ത് സുന്നിയക്ക് അലവി മാലിക് തങ്ങൾ തറക്കല്ലിടുകയും ചെയ്തു. ഇപ്പൊ 2 നിലക്കുള്ള വിപ്ലവം, സംഘശാക്തീകരണവും വിദ്യാഭ്യാസ മുന്നേറ്റവും, ഇത് രണ്ടിനും ആഹ്വാനം ചെയ്ത ഒരു സമ്മേളനമാണ്. അപ്പം അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ 2026 നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ രണ്ടും ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ തന്നെ സാധ്യമായതായിട്ടാണ് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയുക. ഇപ്പോൾ സമസ്തയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിദ്യാഭ്യാസ രംഗത്തെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളിൽ ഒന്നതാണല്ലോ. ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ദർസുകൾ, മദ്രസകൾ, ഈ സംവിധാനങ്ങളൊക്കെ നേരത്തെ ഉണ്ട്, വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ 78 ശേഷം നമുക്ക് പറയാവുന്നല്ലേ, മർക്കസ് സ്ഥാപിക്കുന്നതിന് ഇങ്ങോട്ടുള്ള ഒരു വിദ്യാഭ്യാസ മുന്നേറ്റത്തെ ഒന്ന് നമുക്ക് വിലയിരുത്തേണ്ടതില്ലേ? പ്രത്യേകിച്ച് സമന്വയ വിദ്യാഭ്യാസം പോലുള്ള കാര്യങ്ങൾ അതൊക്കെ പിന്നെ നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരാത്തൊരു കാലത്ത് ഇതൊരു മാറ്റമാണല്ലോ തീർച്ചയായിട്ടും. ഞാനൊക്കെ മർക്കസിൻ്റെ ആദ്യകാല വിദ്യാർത്ഥികളിൽ പെട്ട ആളാണല്ലോ. എനിക്കറിയാം 7ാം ക്ലാസ്സിലൊക്കെ പഠനം നിർത്തുന്ന ഒരു രീതിയാണ് നമ്മുടെ നാടുകളിലൊക്കെ അന്നുള്ളത്. SSLC പാസ്സായി എന്ന് പറഞ്ഞാൽ പറയുമോ അവൻ SSLC പാസ്സായിട്ടുണ്ട് പോലെ. 18% എൻ്റെ നാട്ടിൽ സ്കൂളിലൊക്കെ അന്ന് പാസ്സായി. അങ്ങനെയാണ് മർക്കസിൽ 82 സ്കൂള് ഹൈസ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. LP സ്കൂളിന് അപേക്ഷ കൊടുത്തിട്ടാണ് ഹൈസ്കൂൾ കിട്ടിയത്. അതൊരു വലിയ ചരിത്രമാണ്. സോ ആ ഹൈസ്കൂളിൽ ഫസ്റ്റ് ബാച്ച് 100% പാസ്സാവുന്നു. അതോടുകൂടി കേരളത്തിലെ മൊത്തം സുന്നി സമൂഹത്തിൽ, സുന്നി എന്ന് പറയാം, അതിനപ്പുറം 85 സംസ്ഥാന 100% മർക്കസ് പാസ്. ആശ്ചര്യമായിരിക്കും. കാരണം പിന്നീട് ആ കാലത്ത് ഒരു 90കളുടെ തുടക്കം വരെയുള്ള ഒരു കാലം എന്ന് പറഞ്ഞത് ശരാശരി മലബാറിലെ റിസൾട്ട് ഒരു 20%, 25% നിൽക്കുന്ന ഒരു കാലമാണ്. ഞങ്ങൾ സെക്കൻഡ് ബാച്ചാണ്. അപ്പം ഞങ്ങൾക്ക് നിർബന്ധമായി എല്ലാവരും പാസ്സാകല്. അതെ അതെ. അങ്ങനെ പിന്നെ 42 കുട്ടികളാണ് അന്നുള്ളത്, എല്ലാവരും പാസ്സായി. അങ്ങനെ പിന്നെ വർഷങ്ങൾ, പിന്നീട് 5000-6000 കുട്ടികൾ ഒരേ സ്കൂളിലെത്തി. SSLCക്ക് 1500 കുട്ടികളൊക്കെ ആയി. അങ്ങനെയുള്ള സമയത്ത് 5-6 കുട്ടികൾ തോൽക്കാന്നല്ലാതെ അങ്ങനൊരു സംഭവം. അത് ബാക്കിയുള്ളവർക്കൊക്കെ പ്രചോദനമായത് മറ്റുള്ള സ്കൂളുകൾക്കല്ല. പിന്നീട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് വന്നു. അപ്പം അന്നൊക്കെ ഇംഗ്ലീഷ് മീഡിയം എന്നൊക്കെ പറയുമ്പം ഒന്നുകിൽ മതനിരാസം അല്ലെങ്കിൽ പാശ്ചാത്യവൽക്കരണമൊക്കെ സംഭവിക്കുന്ന ഒരു ആശങ്ക ഉള്ളത് കൊണ്ട് ആരും പറഞ്ഞയക്കൂല. അത് വലിയ വിപ്ലവം തന്നെ. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങി. ഒന്ന് ഇവിടെ തുടങ്ങി, ഷാദിയയിൽ MA ഉസ്താദ് അവിടെയും തുടങ്ങി. പിന്നെ അതൊരു ഒഴുക്കാണല്ലോ. കുറഞ്ഞ വർഷം കൊണ്ട് ഇപ്പം 300 ചില്ലാന സ്കൂളുകളുണ്ട്. IAMന്റെ കീഴിൽ മാത്രം. IAM എന്നുള്ളൊരു ഓർഗനൈസേഷൻ നമ്മൾ അതിനുവേണ്ടി പിന്നീട് രൂപീകരിച്ചു. അപ്പോൾ ഒരു ബിഗ് ഗ്രോത്താണ്. കേരളത്തിൽ പഴയ കാലത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊക്കെ മാത്രം തുടങ്ങിയ ചില സംഘടനകളുണ്ട്. അവർക്ക് ഇപ്പോഴും അംഗീകാരമുള്ള 50 സ്കൂളായിട്ടില്ല. പക്ഷെ IAMയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെ സ്ട്രെങ്ത്, അതിലെ വിദ്യാർത്ഥികൾ, അതിലുള്ള അധ്യാപകർ, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളല്ലേ. ഇതിപ്പോൾ 1,50,000-ഓളം വിദ്യാർത്ഥികൾ നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്നു. ഇപ്പോൾ ഈ മർക്കസ് തന്നെ നമ്മളിപ്പോൾ SOSന്റെ കീഴിലാണല്ലോ തുടങ്ങണത്. അതെ. അതിൻ്റെ ബാക്കിയായിട്ടാണ് ബാക്കിയുള്ള കോളേജുകളെല്ലാം, സ്കൂളുകളെല്ലാം ഇംഗ്ലീഷ് മീഡിയം അതാണ് മർക്കസിൽ ഓർഫനേജ് എന്ന് പറയുന്ന സ്ഥാപനങ്ങളാണ് കേരളത്തിൽ അതിനു മുമ്പുള്ളതൊക്കെ. ഓർഫനേജിൻ്റെ കോളേജ്, ഓർഫനേജ് ആശുപത്രി. ഓർഫനേജ് എന്ന് പറഞ്ഞാൽ എത്തിയും പഠിപ്പിക്കാനുള്ള സ്ഥാപനമാണ്. അതിൻ്റെ മുതൽ മിക്സ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ആശയമാണ് മർക്കസ് പുറത്തു കൊണ്ടുവന്നത്. മർക്കസ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓർഫനേജ് ഈസ് വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ. പിന്നെ ഇസ്ലാമിക് ശരിയ കോളേജ് സനത് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ തമിഴ്നാട്ടിലും ഹൈദരാബാദിലൊക്കെ പോകുന്നതിന് പകരം ഇവിടെ നിന്ന് വ്യാപകമായ രീതിയിലുള്ള സനതുണ്ടായി. ഇംഗ്ലീഷ് മീഡിയം സ്കൂള് ഹൈസ്കൂൾ പൂർത്തിയായപ്പോൾ
ആ വർഷം തന്നെ ആർട്സ് കോളേജ് തുടങ്ങി. അങ്ങനെ അത് വളർന്നു വരുന്നത്. പിന്നീട് ഒരു വലിയൊരു മുന്നേറ്റത്തിലുണ്ടായത് ഇസ്ലാമിക പഠനത്തോടൊപ്പം മതപഠനം ഒന്നിച്ചു സമന്വയ പോകുക വിദ്യാഭ്യാസം ആ ഒരു രീതി വന്നു. അത് മർക്കസിൽ നിന്നാണ് അതിൻ്റെ തുടക്കം ഉണ്ടാകുന്നത്. അതെ, 90കളിൽ അതങ്ങോട്ട് വ്യാപിച്ചു വന്നു. ഇപ്പം നമുക്ക് 300 ചില്ലാനം സ്ഥാപനങ്ങൾ ഈ ജാമിയത്തുൽ ഹിന്ദിൻ്റെ കീഴിൽ തന്നെ വന്നല്ലോ. അത് വലിയൊരു വിപ്ലവമാണ്. മറ്റൊന്ന്, എറണാകുളത്ത് നടന്ന സമ്മേളനത്തിലാണ് മർക്കസ് മോഡൽ എല്ലാ ജില്ലയിലും എന്ന പ്രഖ്യാപനം വരുന്നത്. 1989. അതെ, അതോടുകൂടി എല്ലാ ജില്ലകളിലും എന്നുള്ളൊരു ആശയം വന്നു. അതിപ്പോൾ പഞ്ചായത്തുകളിൽ എന്നുള്ള രീതിയിലെത്തി. പിന്നീട് നെക്സ്റ്റ് ഒരു ഘട്ടത്തിൽ അത് സംസ്ഥാനം വിട്ട് പുറത്തേക്ക് എന്നുള്ള അർത്ഥത്തിൽ വന്നു. ഇപ്പോൾ 25 സംസ്ഥാനങ്ങളിലായി സ്ഥാപനങ്ങളിൽ. അൽഹംദുലില്ലാഹ്. പിന്നെ ഉസ്താദും പിന്നെ ഇക്കാസ് മുസ്ലിയാരും ഇക്കാസ് മുസ്ലിയാർ വഫാത്തായതിന് ശേഷം പിന്നെ ആ സ്ഥാനത്തേക്ക് വരുന്ന MA ഉസ്താദാണ്. പ്രസിഡൻ്റായി 13 കൊല്ലം MA ഉസ്താദ്. MA ഉസ്താദ് AP ഉസ്താദ് എന്നൊരു കാലത്ത് ഒരു ദൈക്ഷണികമായ മുന്നേറ്റം, സംഘടനൻ്റെ സ്ട്രക്ചറൊക്കെ ഒന്ന് മാറ്റുന്ന രീതി വന്നു. ആദ്യം നമുക്ക് യൂണിറ്റ് സ്റ്റേറ്റ് കമ്മിറ്റി ഇതേ ഉണ്ടായിരുന്നു. പിന്നെ പഞ്ചായത്ത് കമ്മിറ്റികൾ വന്നു, താലൂക്ക് കമ്മിറ്റികൾ വന്നു. ആദ്യത്തെ യൂണിറ്റ്, അംഗീകരിക്കപ്പെട്ട യൂണിറ്റ് നമ്മളെ പിന്നെ പുതുപ്പറമ്പ് യൂണിറ്റാണ്. വാളക്കുളം പുതുപ്പറമ്പ് യൂണിറ്റ്. ആദ്യത്തെ താലൂക്ക് കമ്മിറ്റി തിരൂർ കമ്മിറ്റിയാണ്. പിന്നീട് ആണ് പിന്നെ AP ഉസ്താദിൻ്റെയും MA ഉസ്താദിൻ്റെയും കാലത്ത് പഞ്ചായത്ത് കമ്മിറ്റി വന്നു. അതിനുശേഷം പിന്നെ നമ്മൾ പഞ്ചായത്തിൻ്റെയും ജില്ലൻ്റെയും ഇടയിൽ മേഖലാ കമ്മിറ്റി കൊണ്ടുവന്നു. പിന്നെ ഒന്നുകൂടെ പരിഷ്കരിച്ച് മേഖലക്ക് പകരം ഇപ്പം നമ്മൾ യൂണിറ്റ്, സർക്കിള്, സോണ്, ജില്ല, സ്റ്റേറ്റ് എന്ന ക്രമത്തിൽ വന്നു. പിന്നെ 2016 നമ്മൾ സിസ്റ്റം മൊത്തം ഒന്ന് പൊളിച്ചെഴുതിയിട്ട് ക്യാബിനറ്റ് സിസ്റ്റം കൊണ്ടുവരുന്നത്. 7 വകുപ്പുകളാക്കിയിട്ട് ഡയറക്ടറേറ്റുകൾ രൂപീകരിച്ചതിന് ശേഷം ഇപ്പം നല്ലൊരു സ്മൂത്തായിട്ട് പോകുന്ന ഒരു സംവിധാനത്തിലേക്ക് സുയസ് വളർന്നു. നമുക്ക് ഈ കുറേ ഫ്രാക്ഷൻസ്, വർഗ ബഹുജന സംഘടനകളുടെ തുടക്കങ്ങൾ, പ്രത്യേകിച്ച് SYSൻ്റെ ഓരോ സമ്മേളനങ്ങളും, SYS നടത്തുന്ന സമ്മേളനങ്ങളിൽ ഓരോന്നിടത്ത് പരിശോധിച്ചാൽ ഓരോ സമ്മേളന കാലവും ഒരു പുതിയ മുന്നേറ്റത്തിൻ്റെ വഴി തുറന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ എടരിക്കോട് സമ്മേളനം നടക്കുന്ന സമയത്താണ് IPF ഇൻ്റഗ്രേറ്റഡ് പ്രൊഫഷണൽസ് ഫോറത്തിൻ്റെ രൂപീകരണം ഉണ്ടാകുന്നത്. അന്ന് തന്നെയാണ് ഒരു ബഹുജന പ്രസ്ഥാനത്തിലേക്കുള്ള വികാസം ഉണ്ടാകുന്നത്. ഇങ്ങനെ ഓരോ ഘട്ടങ്ങളെ നമ്മളൊരു സമ്മേളനം നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഒരാൾക്കൂട്ടത്തെ സൃഷ്ടിക്കുന്നു എന്ന് മാത്രമല്ല, ഭാവിയിലേക്കുള്ള ഒരു സ്റ്റെപ്പ് അത് വളരെ കൃത്യതയോടുകൂടി വെക്കുക എന്നുള്ളത് കൂടിയാണ്. ഈ അർത്ഥത്തിൽ നമ്മുടെ ജനകീയമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ശക്തി തെളിയിക്കുന്ന മേഖലകൾ ഓരോന്നിടത്ത് പരിശോധിച്ചാലും അതൊക്കെ കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് കാണുക എന്നൊരു ആശയത്തിലേക്ക് സംഘടന SYSൻ്റെ ഓരോ പ്രവർത്തന കാലത്തും നമ്മൾ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ സെൻറ്റിനറി കാലത്ത് ആബാലവൃതം പ്രവർത്തകരും നേതാക്കന്മാരും ഇനി അടുത്തൊരു 100 വർഷത്തേക്കുള്ള വളർച്ചയ്ക്കുള്ള തയ്യാറെടുപ്പ് നടത്തേണ്ട ഒരു സമയമാണ്. SYSനെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ട ഒരു സമയമാണിത്. അല്ലേ, ഈ സംസ്ഥയുടെ സെൻറ്റിനറി എന്ന് പറയുന്നത് അത് ഏറ്റവും മനോഹരമായിട്ട് ആഘോഷിക്കേണ്ടത് യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ തന്നെയാണ്. അപ്പോൾ ഇതൊരു വെറുമൊരു സമ്മേളനക്കാലമായിട്ടല്ലല്ലോ നമ്മുടെ പ്രസ്ഥാനം ബഹുമാനപ്പെട്ട നേതാക്കൾ വിഭാവന ചെയ്യുന്നത്. മുതിർന്നവർക്ക് കൈത്താങ്ങായി നിൽക്കേണ്ടതും കുട്ടികളെ വളർത്തിക്കൊണ്ടുവരേണ്ടതും യുവജനങ്ങളാണ്. അപ്പോൾ ആ 2 ഉത്തരവാദിത്തമുള്ള നമ്മളെ സമ്മേളനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം ഓരോരോ മുന്നേറ്റങ്ങൾക്ക് തുടക്കട്ട സമ്മേളനം. വെറും ഒരു സമ്മേളനത്തിന് വേണ്ടി സമ്മേളനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓരോ സമ്മേളനത്തിനും ശേഷം ഒരു പുതിയ ഉണർവ് നമ്മളെ പ്രസ്ഥാനത്തിനുണ്ടായി. സമസ്തൻ്റെ സമ്മേളനം എടുത്താലും SYSൻ്റെ സമ്മേളനം എടുത്താലും ഒക്കെ അങ്ങനെയാണ്. ഇപ്പം നമ്മൾ എറണാകുളം സമ്മേളനത്തിന് നമ്മൾ പറഞ്ഞു, സ്ഥാപനങ്ങളുടെ ഒരു വ്യാപനത്തിന് വേണ്ടിയുള്ള ആഹ്വാനം നടന്നു. 78 യൂണിറ്റ് ശാക്തീകരണം, അതുപോലെ വിദ്യാഭ്യാസ ദിന തുടക്കവും കുറിച്ചു. അത് കഴിഞ്ഞ് പിന്നെ 40ാം വാർഷികം 1995 ഏപ്രിലാണ് നടക്കുന്നത്. 95 അത്ര മലപ്പുറത്താണ്. അതിനുശേഷം നമ്മൾ ഗോൾഡൻ ജൂബിലി. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ സമസ്ത സെൻറ്റിനറിയെ കുറിച്ച് തന്നെ ഒന്നുകൂടി സംസാരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. കാരണം ഈ കാലത്ത് നമ്മൾ നിർവഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണല്ലോ. അപ്പോൾ സംസ്ഥയുടെ സന്ദേശങ്ങൾ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ഒരു ദൗത്യം നിർവഹിച്ചുകൊണ്ടാണ് SYS അതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ സമസ്തയുടെ 100ാം വാർഷികാഘോഷം നടക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ SYS പ്രവർത്തകർ ശ്രദ്ധയിലുണ്ടാവേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് നമ്മുടെ മുന്നിൽ എല്ലാ പ്രസ്ഥാന കുടുംബത്തിലെ എല്ലാ സംഘടനാ സംവിധാനങ്ങൾക്കും വിവിധ പ്രവർത്തനങ്ങൾ വിഭജിച്ച് നൽകിയിട്ടുണ്ട്. അപ്പോൾ യൂണിറ്റിലെ പ്രവർത്തകർ എന്നുള്ള അർത്ഥത്തിൽ നമ്മുടെ പ്രവർത്തകരിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ഉണ്ടാവേണ്ട ചില കാര്യങ്ങൾ, ഒന്ന്
SYS പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശിച്ചൊരു പ്രവർത്തനങ്ങളിലൊന്ന് യൂണിറ്റ് തലങ്ങളിൽ നടക്കേണ്ട ഒരു പ്രവർത്തനമാണ്. നാട്ടുദർസ് എന്ന പേരിൽ അത് ഒരു അപൂർവ അവസരമാണെന്ന് തോന്നുന്നു. ബഹുമാനപ്പെട്ട ഷെയ്ഖ് സുൽത്താൻ ഉലമയുടെ ഒരു കിതാബിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു ദർസിൽ പങ്കെടുക്കാൻ അവസരം കിട്ടുക. ഈ നാട്ടുദർസാണ് പഴയ കാലത്ത് നമ്മുടെ നാട്ടിലെ ദീൻ നിലനിർത്തിയത്. ഇപ്പം എൻ്റെ നാട്ടിലൊക്കെ ഉള്ള ഇപ്പോൾ ഒരു 50-ൻ്റെ മുകളിൽ 60-ൻ്റെ മുകളിലുള്ള ആളുകളെല്ലാം ഫത്വയും മറ്റും ഓതിയതാണ്. ആ ഒരു നെച്ചാണ് അവരിലുള്ളത്. ഇപ്പം അത് ഇല്ലാതായിപ്പോയി. അതിനെ വീണ്ടെടുക്കാനുള്ള ഒരു തുടക്കം കൂടിയാണ്. നമ്മളൊരു നേതൃത്വം അനുയായികളും തമ്മിലുള്ള ഒരു ആത്മീയ കണക്ഷൻ ഇതിലൂടെ വരികയാണല്ലോ. ഉസ്താദിൻ്റെ ഒരു കിതാബ് നമ്മൾ ഓതിയിട്ട് എന്നിട്ട് അവസാനം അതിൻ്റെ അവസാനത്തെ ബാബ് ഉസ്താദിൽ നിന്ന് നേരിട്ട് കേൾക്കുന്ന ഒരു വലിയ ഒരു മുഹൂർത്തത്തിനാണ് കാത്തിരിക്കുന്നത്. ആലങ്കാരികമായിട്ടെങ്കിലും സുൽത്താൻ ഉലമയുടെ ശിഷ്യന്മാരാവാൻ കിട്ടുന്ന അവസരം എന്ന് വേണമെങ്കിൽ ഒന്ന് പറയാം അല്ലേ? തീർച്ചയായും ഒരു കിതാബ് ഒന്നിച്ച് പഠിക്കുമ്പോൾ അപ്പം അതിൽ പിന്നെ SYSനാണ് അതിൻ്റെ സംഘാടന ഉത്തരവാദിത്വം പ്രസ്ഥാനം ഏൽപ്പിച്ചു തന്നിട്ടുള്ളത്. ഈ നാട്ടുദർസിനെ രൂപപ്പെടുത്തിയെടുക്കേണ്ടത്, അതിൻ്റെ സംഘാടനം നിർവഹിക്കേണ്ടത് അതിൻ്റെ പഠിതാക്കളായിട്ടെല്ലാ വിഭാഗം ആളുകളും ഉണ്ടാകും. പക്ഷേ അതിൻ്റെ സംഘാടനം പൂർണ്ണമായിട്ട് SYS ആണ് നിർവഹിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ എല്ലാ യൂണിറ്റിലെയും പ്രവർത്തകർ മുഴുവൻ യൂണിറ്റുകളിലും നാട്ടുദർസ് യൂണിറ്റ് കേന്ദ്രീകരിച്ചാണ് നടക്കേണ്ടത്. സർക്കിളിലേക്കോ സോണിലേക്കോ ചുരുങ്ങരുത്. എല്ലാ യൂണിറ്റിലും സാധാരണക്കാരായ ആളുകളും എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ക്ലാസ് ആയിട്ട് മാറണം. ആഴ്ചയിലൊരു ക്ലാസ് മതിയാവും. 40 ദർസ് 40 ബാബുകളായിട്ടാണ് കിതാബ് രൂപപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ഉസ്താദ് അറിയിച്ചത്. അപ്പോൾ അതനുസരിച്ച് 10 മാസം 40 ദർസ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൂർണ്ണമാക്കി 40ാമത്തെ ദർസ് 39 ദർസ് നാട്ടിൽ നിന്ന് ഓടുക, 40ാമത്തെ ഭാഗം ഉസ്താദ് നേരിട്ട് ചൊല്ലിത്തരുന്ന ക്ലാസ് തുടങ്ങേണ്ടി വരും. തീർച്ചയായിട്ടും തുടങ്ങേണ്ടി വരും. അപ്പോൾ അതോടുകൂടി നമുക്ക് സമ്മേളന കാലാകുമ്പോഴത്തേന് പൂർത്തീകരിക്കാൻ പറ്റും. അപ്പോൾ അതൊരു വലിയ ഉത്തരവാദിത്തമായിട്ടാണ്. ഈ വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ SYSനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒന്നാണ് വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ. അപ്പോൾ ഈ ലക്ഷ്യത്തോടെ ഇഹ്യാ ദർസ് വളരെ സന്തോഷത്തോടുകൂടെ നമുക്ക് പറയാവുന്നൊരു അനുഭവമാണ്. ഇഹ്യാ ദർസായിട്ട് ബന്ധപ്പെട്ട് എല്ലാ സോണുകളിലും ഇപ്പോൾ ഇഹ്യാ ദർസ് ഉണ്ട്. ആ ദർസിൽ നല്ല പഠിതാക്കളുണ്ട്, നല്ല പങ്കാളിത്തമുണ്ട്. നമുക്കതിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് വളരെ ഒരു ആത്മീയ ഉണർവ് ലഭിക്കുന്നു, ഒരു മനസ്സിന് സംതൃപ്തി ലഭിക്കുന്നു, ഒരു ഗുരുമുഖത്തിൽ നിന്ന് അറിവ് നേടാൻ അവസരം കിട്ടുന്നു. ഇത്തരം അപൂർവ അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക. അപ്പോൾ വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ എപ്പോഴും SYSന്റെ ഒരു പ്രധാന പ്രവർത്തന മേഖല. ജീവിതവും ഇപ്പോൾ ഈ ക്ലാസ് എടുക്കുന്നവർക്കും വലിയ സന്തോഷമുണ്ട്, കേൾക്കുന്നവർക്കും വലിയ സന്തോഷമുണ്ട്. ഓരോ ദിവസവും ആളിങ്ങനെ കൂടിക്കൂടി വരികയാണ്. 300 ആളുകളൊക്കെ പങ്കെടുക്കുന്ന ക്ലാസ്സുകളുണ്ട്. രാവിലെ സുബൈക്ക് എത്തണമല്ലോ അത്രയും ആളുകളാണ്. സെന്റിനോടനുബന്ധിച്ച് SYSന് നിർണ്ണയിച്ച് നൽകിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട മേഖല തസ്കിയ സമ്മേളനങ്ങളാണ്. ഇപ്പോൾ എല്ലാ സർക്കിൾ തലങ്ങളിലുമാണ് തസ്കിയ സമ്മേളനം നടക്കേണ്ടത്. തസ്കിയ സമ്മേളനത്തിൻ്റെ ഒരു സവിശേഷത അത് SYSന്റെ മെമ്പർഷിപ്പ് എടുത്ത പ്രവർത്തകർ മാത്രമല്ല, അവരുടെ കുടുംബങ്ങൾ ഇതിൽ ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ ആ കുടുംബങ്ങളിലേക്ക് കൂടി എത്തേണ്ട ഒരു തസ്കിയ സമ്മേളനം ഇത്. അതുപോലെ ഇപ്പം പ്രചാരണ കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉത്തരവാദിത്തങ്ങളായിട്ട് വരുന്നതാണ്. എല്ലാ സംഘടനകൾക്കുണ്ട് ഓരോ പദ്ധതികളും. എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ വിശദീകരിച്ച് പോകേണ്ടതില്ല. ഈ സെന്റിനറി അസംബ്ലി നടന്നു വരികയാണ്. എല്ലാ പോത്തരും അസംബ്ലിയിൽ എന്തായാലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പദ്ധതികളുടെ ഒരു വിശദീകരണം നമുക്ക് ആവശ്യമില്ല. നമ്മൾ സമസ്ത സമ്മേളനം അല്ലെങ്കിൽ സെന്റിനറി ഏറ്റെടുക്കണം. സമ്മേളനം എന്തായാലും ഒരു 2000-ഓളം ആളുകൾക്ക് ഓരോ ഇതിൽ പങ്കെടുക്കുമല്ലോ. അങ്ങനെ ആകുമ്പോൾ ഫാമിലി അടക്കാകുമ്പോൾ വലിയൊരു പരിപാടി ആയിരിക്കും. അത് വളരെ അതിനനുസരിച്ചുള്ള ഒരുക്കങ്ങൾ നടത്തേണ്ടി വരും. അതെ, ചെറിയ പരിപാടി ആയിരിക്കില്ല. അതിലെ SYSകാർ മാത്രമല്ല, കുടുംബത്തിന്റെ എല്ലാവരും പങ്കെടുക്കുന്ന പരിപാടിയാണല്ലോ. ഇതുപോലെ തന്നെ സമ്മേളനത്തിൽ നമ്മുടെ പിന്നെ പ്രതിനിധികളായിട്ട് ഒരു ഏറ്റവും വലിയൊരു പണ്ഡിത സമ്മേളനത്തിനാണ് സെന്റിനറിയുടെ സമ്മേളനം സാക്ഷിയാൻ പോകുന്നത്. അപ്പോൾ അതിലെ രജിസ്ട്രേഷൻ പ്രോസസ്സ്, പ്രചാരണം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഏറ്റെടുക്കണം. എനിക്ക് തോന്നുന്നു ഈ 2026 എന്ന് പറയുന്നത് SYSകാരെ സംബന്ധിച്ച് ഒരിക്കലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലമാണ് എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ സംസ്ഥയുടെ സെന്റിനറി ആഘോഷങ്ങൾ ഇത് കഴിഞ്ഞ് അംഗത്വ പ്രവർത്തനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ കുറച്ച് പ്രാധാന്യത്തോടെ തന്നെ നമ്മുടെ മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങൾ, കാരണം മെമ്പർഷിപ്പ് പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ലല്ലോ. അതൊരു ഒരു തലമുറയെ, ഒരു സമൂഹത്തെ ഒരു ആശയത്തിൽ അവസരം കൊടുക്കലാണല്ലോ. പുതിയ തലമുറക്ക് കൂടി നമ്മളെ ഈ കൂട്ടായ്മയിലേക്ക് വല്ല ചേർക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ സുലൂക്കാണ്. അതാണല്ലോ നമ്മളെ ദാവത്ത്. നമ്മളെ ഈ സംഘടനാ പ്രവർത്തനം കൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ സത്യമായെന്ന് നമുക്ക് ബോധ്യമുള്ള, അതേ സമയത്ത് ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് അവസരം കിട്ടുന്ന ഒരു കൂട്ടായ്മയാണുള്ളത്.
ഇതിലേക്ക് നമ്മളെ കൂടെയുള്ള മറ്റുള്ള ആളുകളെയും കൂടി ചേർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ മെമ്പർഷിപ്പ് ചേർക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം. അപ്പോൾ അത് നമുക്ക് വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു ദാവാ പ്രവർത്തനമാണ് എന്നുള്ള തന്നെ അതിനെ കണ്ട് അതെ നന്നായിട്ട് ആളുകളെ ഇതിലേക്ക് ചേർക്കാനുള്ള ശ്രമം നടക്കേണ്ടതുണ്ട്. പിന്നെ മെമ്പർഷിപ്പ് ചേർക്കണം എന്നുള്ളതിനാണ് പറഞ്ഞത് അയ്യഹദിയല്ലാഹു ബിക റജുലൻ, ഒരാളെങ്കിലും നന്മാർഗത്തിലേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അത് ലോകത്ത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം അതാണ്. നമുക്ക് ഇനിയുള്ളൊരു ഫോക്കസ് പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. നമ്മൾ ഈ യൂണിറ്റിലെ പ്രവർത്തകർ ഒരുമിച്ച് ചേർന്ന് ഈ ഒരു ധാരയോട്, ഈ ഒരു ആശയത്തോട് എത്ര ആളുകൾ ചേർത്ത് നിർത്താൻ പറ്റും. ഇപ്പോൾ ധാരാളം ചെറുപ്പക്കാർ ഒരു യുവജന പ്രസ്ഥാനം എന്നുള്ള അർത്ഥത്തിൽ ഓരോ ഗ്രാമങ്ങളിലും ഇടപെട്ടുകൊണ്ട് ഈ കാര്യത്തിൽ നല്ല മുന്നേറ്റം നടക്കേണ്ടതുണ്ടല്ലോ. ദഅവത്ത് ആണല്ലോ നമ്മുടെ അടിസ്ഥാന താല്പര്യം, അടിസ്ഥാന ലക്ഷ്യം. നമുക്കൊരുപാട് ഗുണങ്ങൾ ഇതിലൂടെ ഉണ്ട്. ഒന്ന്, പിന്നെ നമ്മളിപ്പോൾ ഈ കൂട്ടായ്മയിൽ ചേർന്ന് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഈ സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സംഘടിത ദീനീ പ്രവർത്തനം എന്നാണല്ലോ. അല്ല ചിലർ ചിത്രീകരിക്കുന്ന സംഘടനാ പ്രവർത്തനം ഒന്ന് വേറെ, ദീനീ പ്രവർത്തനം ഒന്ന് വേറെ അല്ല. സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സംഘടിത ദീനീ പ്രവർത്തനം എന്നാണ്. അപ്പം അതിൽ പങ്കാളികളായാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ലക്ഷ്യം ഒന്ന് നമ്മളെ തസ്കിയത്താണ്. നമ്മൾക്കൊരു സംസ്കരണം കിട്ടുക, നമ്മളോടൊപ്പം നമ്മളെ കുടുംബത്തെ സംസ്കരിക്കാൻ സാധിക്കുക, പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിയുക, സാന്ത്വന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പറ്റുക, അതുപോലെ തന്നെ അറിവ് വർദ്ധിപ്പിക്കാൻ കഴിയുക, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള അവസരം ഉണ്ടാകുക. ഇതിൻ്റെ ഒക്കെ പുറമെ നേരത്തെ ഉസ്താദ് പറഞ്ഞ മാതിരി നമ്മൾ പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മളോടൊരു ചോദ്യം ഉണ്ടല്ലോ, വാൻ ഷബാബിഹി ഫീമ അഫ്ന, നിന്റെ യൗവനം എന്തിനു വേണ്ടി നശിപ്പിച്ചു എന്ന് ചോദിക്കുമ്പോൾ അന്ന് നമുക്ക് മറുപടി പറയണല്ലോ. അന്നത് മറുപടി പറയാൻ ഈ നമ്മൾ മുന്നോട്ട് വെക്കണ ഏത് പ്രവർത്തനം ധൈര്യമായിട്ട് അള്ളാൻ്റെ അടുത്ത് പോയിട്ട് പറയാം. കാരണം നമ്മളൊരിക്കലും എവിടെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ഒരു തെറ്റിലേക്ക് നയിക്കുന്നതോ ആയിട്ടുള്ള ഒരു വരി പോലും നമ്മളെ സർക്കുലറിലോ നിർദ്ദേശങ്ങളിലോ പോകുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു SYSൻ്റെ പ്രവർത്തകനായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു യുവാവിന് പരലോകത്ത് രക്ഷപ്പെടാനുള്ള കാര്യങ്ങളെ നമ്മൾ ഇതുവരെ താഴോട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ആ നിലക്കുള്ള നല്ലൊരു ദഅവ പ്രവർത്തനമാണ് നമ്മളെ ഈ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത്. അത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഈ കാലത്ത് യുവജന പ്രസ്ഥാനത്തിൻ്റെ മുൻഗണനകളിൽ പ്രധാനമായിട്ട് വരേണ്ട ഒന്ന് ഈ മൂല്യബോധമുള്ള ജീവിതം, നമ്മൾ പുലർത്തേണ്ട മൂല്യങ്ങൾ, ഇത് വളരെ പ്രധാനമാണ്. സംഗമത്തിൻ്റെയും മറ്റൊക്കെ ഉദ്ദേശ്യം അതാണല്ലോ. അപ്പോൾ ഒരാൾ SYSകാരനാകുന്നത് അഥവാ സമസ്തക്കാരനാവുക എന്ന് പറഞ്ഞാൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആവുക എന്നുള്ളതാണ്. അത് സ്വന്തം നഫ്സിലാണ്. ആയതിനു ശേഷമാണ് മറ്റുള്ളവരെ ആക്കുക എന്നുള്ളത്. അതിനുവേണ്ടിയാണ് നാം പ്രവർത്തിക്കുന്നതും പരിപാടികൾ സംഘടിപ്പിക്കുന്നതും പ്രഭാഷണങ്ങൾ നടത്തുന്നതും പ്രചാരണങ്ങൾ നടത്തുന്നതും ഏതെന്ത് പ്രവർത്തനം ഉണ്ടെങ്കിലും. അപ്പോൾ സ്വയം ആവണം, സ്വയം നവീകരിച്ചുകൊണ്ടിരിക്കണം അല്ലേ. നമ്മൾ നേരത്തെ മുന്നോട്ട് വെച്ച ഒരു ഇതുണ്ടായിരുന്നു, ഒരു ചെറിയൊരു സംഗതി. ഒരു സ്റ്റെപ്പ് ഇങ്ങനെ തുടങ്ങുമ്പോൾ നമുക്ക് രണ്ടാമത്തെ നമ്മുടെ ജീവിതത്തിൽ ആഡ് ചെയ്യാൻ പറ്റുക. അതിൽ നമ്മൾ നേരത്തെ നടന്ന ഒരു യാത്രയിൽ അന്ന് നമ്മൾ മുന്നോട്ട് വെച്ചായിരുന്നു സുബഹിൻ്റെ ജമാഅത്തിന് വരിക എന്നുള്ളത്. അത് വലിയ ഫലം ചെയ്യുന്നുണ്ട്. വരുന്നിടത്തൊക്കെ ഇപ്പം ഏറ്റവും ചുരുങ്ങിയത് നമ്മളെ ഭാരവാഹികൾ, യൂണിറ്റ് ഭാരവാഹികളെല്ലാവരും രാവിലെ സുബഹിക്ക് പള്ളിയിലെത്തുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങളിലാണല്ലോ. പ്രഭാതത്തിന്റെ സൗന്ദര്യത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. ഇന്ന ഖുർആനുൽ ഫജ്രി കാന മശ്ഹൂദ. അപ്പോൾ രാത്രിയും പകലും ഡ്യൂട്ടി ചെയ്യുന്ന മലക്കുകൾ ഒത്തുചേരുന്ന ജമാഅത്താണ് അത്. മൻ സൊല്ലാ സ്വലാത്തുൽ ഫജ്രി ഫി ജമാഅ ഫഹുവ ഫി ദിമ്മത്തില്ല. അള്ളാഹിൻ്റെ സംരക്ഷണം കിട്ടുന്ന ഒന്നാണ് സുബഹിൻ്റെ ജമാഅത്ത് പങ്കെടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മളെല്ലാവരും വരികയാണെങ്കിൽ, ഇപ്പം വേറെയുള്ള സമയത്തൊക്കെ നമ്മൾ എവിടെയെങ്കിലും ആയിരിക്കും, ഒന്നുകിൽ യാത്രയായിരിക്കും, അല്ലെങ്കിൽ വേറെ ജോലി സ്ഥലത്തായിരിക്കും, അങ്ങാടിയിലായിരിക്കും. എല്ലാവരും അവനവൻ്റെ മഹല്ലിലുണ്ടാകുന്ന സമയമാണ് സുബഹി. അപ്പോൾ ആ സുബഹിൻ്റെ ജമാഅത്തിന് പള്ളിയിലേക്ക് വരിക, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോണ് കാൽനടയായിട്ട് ചെയ്യുക. നമുക്ക് വ്യായാമമായി പള്ളിയിലെ ജമാഅത്തായി ഈ വലിയ കൂട്ടായ്മ നമുക്ക് ദിവസം മീറ്റിംഗ് കൂടാനും ആഴ്ചപ്പോലും കൂടാൻ കഴിയില്ല. അല്പം നമുക്ക് എന്നും രാവിലെ ഒരു കാഴ്ച ഉണ്ടായാൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും കൊണ്ട് ചർച്ച ചെയ്യാനും സംഘടനാ പ്രവർത്തനം വളരെ സ്മൂത്തായിട്ട് നടക്കാനും ഒക്കെ പറ്റിയൊരു സംഗതിയാണ് സുബഹിൻ്റെ ജമാഅത്ത്. അത് നമ്മുടെ എല്ലാ പ്രവർത്തകന്മാരും ഏറ്റെടുക്കുകയാണെങ്കിൽ ഒരു വലിയ മുന്നേറ്റം പ്രാസ്ഥാനിക രംഗത്തും ആത്മീയ രംഗത്തും നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ദഅവാ സംഗമത്തിന്റെ ഒരു ദഅവാ സംഘം എന്ന അർത്ഥത്തിൽ നമ്മുടെ പെരുമാറ്റം, നമ്മുടെ രീതികൾ, ഈ കാര്യങ്ങളിലൊക്കെ പുലർത്തേണ്ട മൂല്യങ്ങൾ, സാമ്പത്തിക മേഖലയിൽ നമ്മൾ പുലർത്തേണ്ട സൂക്ഷ്മതകൾ, ഇത്തരം കാര്യങ്ങളിലൂടെ ഒക്കെ സഞ്ചരിക്കുന്ന പ്രവർത്തകർ എന്നുള്ളതാണ് സത്യത്തിൽ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സ്വപ്നം. ഒരു കാര്യം കൂടി അവിടെ ചേർത്ത് പറയേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ
മനുഷ്യർക്കൊപ്പം എന്നത് നമ്മൾ തെരുവിൽ വിളിക്കുന്ന മുദ്രാവാക്യം മാത്രമല്ലല്ലോ, അത് യാഥാർത്ഥ്യമാക്കിയ ഒരു പ്രവർത്തന രീതി SYS-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പ്രത്യേകിച്ച് സാന്ത്വന മേഖലയിൽ SYS നടത്തുന്ന പ്രവർത്തനങ്ങൾ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാഴ്ച നടത്തുമ്പോൾ 800 പാവപ്പെട്ട ആളുകളുടെ വിവാഹം അടക്കം. അതെ, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതൊരു നീഡാണ്, ഒരു ആവശ്യമാണ് എന്ന് തോന്നുമ്പോൾ ജനങ്ങളുടെ നല്ല പിന്തുണയും സഹകരണം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ ദിവസം വലിയ വിവാദത്വം അതിൽ 2 തരമുണ്ട്. ഒന്ന്, ഇൻ ഇറ്റ്സെൽഫ് ഇതൊരു ഇബാദത്താണ്, ഒരു വലിയ ഇബാദത്താണ്. മറ്റൊന്ന്, അതൊരു പ്രൊട്ടക്ഷനും കൂടിയാണ്. ഇത് നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ ആ ഗ്യാപ്പിൽ ചൂഷണം ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കണമെങ്കിലും ഇതാവശ്യമായൊരു കാര്യമാണ്. ഔലിയാക്കന്മാരുടെയും സ്വാലിഹ്യങ്ങളുടെയും ഒക്കെ ഒരു മാർഗം കൂടിയാണ് ഈ സാന്ത്വന പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പ്രവർത്തിക്കുക എന്നുള്ള ഓരോ പ്രവർത്തകൻ്റെയും ഒരു ആഗ്രഹമായി മാറണം. യൂണിറ്റിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഉഷാറാണ് എന്നതിന് പകരം ഞാനതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടോ, എനിക്കതിൻ്റെ കൂലി കിട്ടണം, ഞാൻ ഇൻവോൾവ് ആകണ്ടേ. ആ നിലക്ക് ഓരോരുത്തർക്കും എൻ്റേതായൊരു ഇൻവോൾവ്മെൻറ്റ് ഇതിൽ എന്ത് ചെയ്തു എന്നുകൂടെ ചിന്തിച്ച് എല്ലാവരുടെയും ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിട്ട് അതിനെ മാറ്റേണ്ടത് കൂടിയുണ്ട്. നമ്മുടെ വിപുലമാണ് നമ്മുടെ പ്രവർത്തന മേഖല. ആദർശരംഗത്തെ പ്രവർത്തനങ്ങൾ എന്നത് അല്ലേ, നമ്മുടെ ഒരു ആദർശ പ്രതിബദ്ധതയുള്ള ഒരു സംഘം. അപ്പോൾ ആദർശ പ്രചാരണം, ആദർശ രംഗത്തുണ്ടാകേണ്ട പ്രതിരോധം, ഇവിടെയും SYS എപ്പോഴും പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പരിപാടി ഇപ്പോൾ അതാണ്. സർക്കിൾ തലത്തിൽ എന്നാണ് നമ്മൾ തീരുമാനിച്ചത് പൊതുപരിപാടി. അതിൻ്റെ അവിടെ ചുവട് പിടിച്ചുകൊണ്ട് ഓരോ മനുഷ്യരിലേക്കും നമ്മൾ സംസ്ഥ സ്ഥാപിച്ചതിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ആദർശ സംരക്ഷണമാണല്ലോ. അപ്പോൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആദർശം ബഹുജനങ്ങളിലേക്ക് എത്തിക്കാനും പുതിയ ആശയങ്ങൾ കടന്നുകൂടുന്നതിനെ പ്രതിരോധിക്കാനുള്ള നല്ലൊരു ക്യാമ്പയിന് ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പം SYS പ്രവർത്തകന്മാർ അതിൻ്റെ സംഘാടകരായിട്ട് മുന്നിലുണ്ടാവണം. ഓരോ യൂണിറ്റിലുള്ള ആളുകളും എൻ്റെ നാട്ടിലും വേണം, എൻ്റെ അയൽവക്കത്തും എൻ്റെ കുടുംബത്തിലൊക്കെ വിദേഹത്തിനെതിരെയുള്ള ശക്തമായ ബോധവൽക്കരണം വേണം എന്നൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടാകുകയും സാങ്കേതിക സൗകര്യങ്ങളും എല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് തന്നെ ഈ വിഷയത്തിൽ നമ്മൾ സജീവമായിട്ട് ഇറങ്ങുകയും ചെയ്യണം. ഇപ്പോൾ നമ്മൾ സംസാരം അവസാനിപ്പിക്കാൻ സമയം തോന്നുന്നു. നമ്മള് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു സമയമാണ്, റിസൾട്ട് കാത്തിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ. SYS-നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ രംഗത്ത് നല്ല ബോധമുള്ള പ്രവർത്തകർ, ഒരർത്ഥത്തിൽ ഏറ്റവും ഒരു സ്വതന്ത്ര രാഷ്ട്രീയ വീക്ഷണം പുലർത്തുന്ന ഏറ്റവും വലിയൊരു സംഘടിത ശക്തി ആണ് SYS-ഉം സംസ്ഥയും അങ്ങനെ നമ്മുടെ പ്രസ്ഥാനം നമുക്ക് പറയാൻ പറ്റും തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ റിസൾട്ടൊക്കെ കാത്തിരിക്കുന്ന ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു പ്രവർത്തകർക്ക് നൽകേണ്ട സന്ദേശത്തെക്കുറിച്ച് കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ല ഈ പെട്ടിയിൽ പോയ ഭൂതത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് സമയം കളയുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ വേസ്റ്റ് ഓഫ് ടൈമാണ്. അതേസമയത്ത് ഒന്നും ചെയ്യാനില്ല എന്നല്ല. ഗവൺമെൻറ് വന്നാൽ എന്തൊക്കെയാണ് എൻ്റെ നാട്ടിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്നുള്ള രാഷ്ട്രീയ ചിന്തകളും പ്രവർത്തനങ്ങളും ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ രാപ്പകൽ പ്രവർത്തിച്ച് ഒരുപാട് നടന്നിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളായ ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ടാകും. അവരോട് നല്ല സംസാരങ്ങൾ നടത്തുകയും അവർക്ക് നല്ല വഴികൾ കാണിച്ചു കൊടുക്കുകയും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഈ കാലത്ത് ചെയ്യാനുണ്ട്. റിസൾട്ട് വരുമ്പോൾ എന്തായാലും ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരാൾ ജയിക്കും, പിന്നെ കുറേ ആളുകൾ ചേർന്നിട്ടുള്ള ഒരു മുന്നണി ജയിക്കും, അവർ ഗവൺമെൻറ് ഉണ്ടാക്കും. ആര് ഗവൺമെൻറ് ഉണ്ടാക്കിയാലും ആ ഗവൺമെൻറ്റിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എൻ്റെ നാടിനെയും രാഷ്ട്രത്തെയും വികസിപ്പിക്കാൻ, അതിലും എനിക്ക് എന്ത് ഖിദ്മത്ത് ചെയ്യാൻ കഴിയും എന്ന് ഓരോ വ്യക്തിയും ഈ യൂണിറ്റിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നും ഞാൻ ഇന്ന് കാണിച്ചു കൊടുത്തു. പൂനൂരിൽ രണ്ടാമതൊരു പാലം കൊണ്ടുവന്നു. പൂനൂർ അങ്ങാടിയിലെ റോഡുകളൊക്കെ വികസിപ്പിച്ചു, സൈഡിൽ വലിയൊരു നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി. ഇതൊക്കെ SYS മുന്നിൽ നിന്നുകൊണ്ട് MLA കണ്ടു, പദ്ധതികൾ കൊടുത്തു, അങ്ങനെ ചെയ്യിച്ചതാണ്. അതുപോലെ ഒരുപാട് പാലങ്ങൾ നമ്മളിപ്പോൾ കൊടുവള്ളി പറഞ്ഞാൽ ചിലപ്പോൾ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ പറഞ്ഞതിനേക്കാളേറെ അതിന് ഫലം ഉണ്ടാവും. കൊടുവള്ളിയിൽ എന്താണ് ഓമശ്ശേരി കൊടുവള്ളി പഞ്ചായത്തിന് ജോയിൻ ചെയ്യിക്കുന്ന തേക്കുംതോട്ടം ബ്രിഡ്ജ് പലരും വിചാരിച്ചിട്ട് നടന്നത് SYS മുന്നിട്ടാണ് അത് ഇറങ്ങിയത്. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നമ്മൾ ഭാഗമാവുക എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും മാറി നിൽക്കും. ഇതൊന്നും നമ്മുടെ നാട്ടിൽ നടക്കൂല എന്ന് തോന്നും. നമുക്ക് ആരായാലും, ഏത് MLA ആയാലും, ഏത് പാർട്ടി ആയാലും അവിടെയൊക്കെ അപ്രോച്ച് ചെയ്യുക, അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുക, അതിൻ്റെ ഭാഗമാവും. ഭൗതിക ലക്ഷ്യങ്ങളൊന്നും നമുക്കില്ലല്ലോ, നമുക്കതിന് ആഖിറത്ത് കൂലി കിട്ടും.
ഇമാത്തത്തുൽ അദാനി ത്വരീഖ്. ഇനി ഏതായാലും കുറഞ്ഞ ദിവസമേ ഉള്ളൂ. അപ്പോൾ ആ ദിവസങ്ങൾ നമ്മളിങ്ങനെ എന്ത് വരും വരില്ല എന്ന് പറഞ്ഞു ഒരു നിമിഷം പോലും കളയാതെ എന്തു വന്നാലും നമ്മളെന്ത് ചെയ്യണം എന്ന കാര്യത്തെ കുറിച്ച് നന്നായി ആലോചിക്കുകയും അതിനുവേണ്ടി തയ്യാറാവുകയും ചെയ്യും. അതോടൊപ്പം റിസൾട്ട് വരുന്ന സമയത്ത് നമ്മളത് ഏതെങ്കിലും അർത്ഥത്തിൽ പിന്നെ ബാധിക്കേണ്ട ഒരു കാര്യമല്ലല്ലോ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റിസൾട്ട് വരുമോ, ഇപ്പം ഞാൻ മുന്നേന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരിക്കലും ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പരസ്യമായി പറയാത്ത പോലെ തന്നെ റിസൾട്ട് വന്നാൽ ഇനി അത് ഞങ്ങളുടേതാണ് എന്നുള്ള അവകാശവാദത്തിന് പോവുകയുമില്ല, പോവാനും പാടില്ല. അതിനെ തുടർന്നുള്ള നമ്മുടെ പ്രവർത്തകരാരും തന്നെ യാതൊരു തരത്തിലുള്ള എഴുത്തുകൾ അനുകൂലമായോ പ്രതികൂലമായോ തരത്തിൽ ഒരു തരം സോഷ്യൽ മീഡിയ എഴുത്തുകളും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. അതുപോലെ ആഘോഷങ്ങളിൽ നമ്മൾ പങ്കെടുക്കരുത്. ഈ ആഘോഷങ്ങൾ ആഭാസങ്ങളാക്കി മാറ്റുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും അവർക്കാവശ്യമായ ദഅവത്ത് കൊടുക്കാനും നമുക്ക് സാധിക്കും. ഇത് നല്ലൊരു ടൈം കിട്ടിയതുകൊണ്ട് അതിനൊക്കെ പറ്റിയ നല്ലൊരു സമയമാണ്. തീർച്ചയായും ഞാൻ പല സ്ഥാനാർത്ഥികളോടും പറഞ്ഞു വെച്ചിട്ടുണ്ട്, നിങ്ങൾ തോറ്റാൽ ജയിച്ച ആൾക്ക് മാലിട്ട് കൊടുക്കണം, തിരിച്ചിങ്ങോട്ടും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു വിഷയം നമ്മുടെ നാട്ടിലുണ്ടായി, പുതിയൊരു സംസ്കാരം രൂപപ്പെടുത്തണം, ഒരു പിക്ചർ തന്നെ മാറും. ധാരാളം കാര്യങ്ങൾ യഥാർത്ഥത്തിൽ സംസാരിക്കാനുണ്ട്. ഒരു പരിമിതമായ സമയമായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ സംസാരം ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. കഴിഞ്ഞ 72 വർഷങ്ങൾ സമ്പന്നമാണ്. ഈ സമ്പന്നതയ്ക്ക് പിറകിൽ ബഹുമാന്യരായ ഒരുപാട് നേതൃത്വം, മഹാരഥന്മാരായ പണ്ഡിതന്മാർ, സൂഫിവര്യന്മാർ, അവരുടെയൊക്കെ സാന്നിധ്യവും അവരുടെയൊക്കെ പിന്നെ സംഘടന പ്രവർത്തന പങ്കാളിത്തവും അതാണ് ഈ പ്രസ്ഥാനത്തെ ഇത്രയും ശക്തമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അവരോടൊക്കെയുള്ള ഒരു കൃതജ്ഞത നമ്മുടെ മുന്നിലുണ്ട്. ആ ഒരു ആത്മീയ വെളിച്ചത്തിലും അതിൻ്റെ പിന്തുണയിലും തന്നെയാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതേ രീതിയിൽ ഭാവിയെ മനോഹരാക്കാൻ നമുക്ക് സാധിക്കണം. റബ്ബ് തആല അതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അപ്പോൾ SYS-ന്റെ സ്ഥാപക ദിനം നാം പഴയകാല ചരിത്രങ്ങൾ ഓർത്തും വരാനിരിക്കുന്ന ദിനങ്ങളെക്കുറിച്ച് ചിന്തിച്ചും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിതം നയിക്കാൻ വേണ്ടിയുള്ള പ്രതിജ്ഞയോടുകൂടി ഇന്ന് ഈ ദിനത്തെ ലോകത്തിൻ്റെ മുന്നിൽ നാം സമർപ്പിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദ്.